ഹായ് എവരിവൺ, ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് മെറ്റാ ആഡ്സ്. മെറ്റാ ആഡ്സ് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് സ്കെയിൽ ചെയ്ത് മുന്നോട്ട് പോകാം, അതും UK പോലത്തെ ഒരു കൺട്രിയിൽ നമുക്ക് എങ്ങനെ വളരെ പെർഫെക്റ്റ് സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ട് മെറ്റാ ആഡ്സ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ ഞാൻ പറയുന്നത്. അത് ഒരു തിയറിറ്റിക്കൽ പാർട്ടാണ് ഞാൻ ആദ്യം പറയുന്നത്. കാരണം ഞാൻ എൻ്റെ ആഡ്സ് പാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന മുമ്പ് ഇതിൻ്റെ തിയറിറ്റിക്കലായിട്ടുള്ള പാർട്ട് ഞാൻ പറയാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ചെയ്ത കാര്യങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആകത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോസിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ UK എന്ന് പറയുന്ന കൺട്രിയിൽ ആഡ്സ് എക്സ്പെൻസീവ് ആണ്. നമ്മളിപ്പോൾ ഇന്ത്യ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 10 to 20 times എങ്കിലും ഒരു എക്സ്പെൻസീവ് ആണ് UK അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ്. ഇപ്പോൾ ഇന്ത്യയിലിപ്പോൾ ഒരു 10 to 15 rupees ഒരു ക്ലിക്കെങ്കിൽ ഇവിടെ അത് വരുമ്പോൾ ഓൾമോസ്റ്റ് £1 മുകളിൽ വരും. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു 120 rupees പ്ലസ് കോസ്റ്റ് നമുക്ക് UK ആഡ്സ് ചെയ്യുമ്പോൾ വരും. ഓക്കെ, ഒരു ക്ലിക്കിന്. അപ്പോൾ നമ്മൾ പ്രോപ്പർ സ്ട്രാറ്റജി വൈസായിട്ട് UK ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫണ്ട് ഫുള്ളും ബേണായി പോകും. നമുക്ക് റിസൾട്ട്സ് കിട്ടുന്ന കുറവായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രോഫിറ്റും സ്റ്റോറിൻ്റെ പ്രോഫിറ്റും നല്ല രീതിയിൽ കുറയും. ഇപ്പോൾ മെറ്റാ ആഡ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് മെറ്റാ ആഡ്സിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഈവൻ അതിൻ്റെ മെറ്റാ ആഡ്സിൻ്റെ ഒരു കോഴ്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ അത് ഫ്രം സ്റ്റാർട്ടിങ് ടു എങ്ങനെ ബേസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഞാനത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മെറ്റാ ആഡ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട്, ഏകദേശം ഒരു വർഷമായിട്ട് മെറ്റാ ആഡ്സ് കംപ്ലീറ്റ്ലി മാറി. നമ്മളിപ്പോൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സല്ല ഇപ്പോൾ മെറ്റാ ആഡ്സിൽ നടക്കുന്നത്. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു മാറ്റമാണ് മെറ്റാ ആഡ്സിനകത്ത് വന്നിട്ടുള്ളത്. അതിൻ്റെ അൽഗോരിതം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആൻഡ്രോമെഡ എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് കേട്ടിട്ടുണ്ടായിരിക്കും, മെറ്റാ ആഡ്സിനുള്ള ഒരു അപ്ഡേറ്റ്. ഇപ്പോൾ ഈ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഒരു AI ബേസ്ഡ് അൽഗോരിതം കംപ്ലീറ്റ് ആയിട്ട് മെറ്റാ ആഡ്സിനെ ടേക്ക് ഓവർ ചെയ്തു. ഇപ്പോൾ നമ്മൾ ഒരു ഇൻട്രസ്റ്റോ ജെൻഡറോ ഈവൻ ഏജോ ഒന്നും നമ്മളിപ്പം കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബ്രോഡായിട്ട് നമ്മൾ ക്രിയേറ്റീവും നമ്മുടെ പ്രൈമറി ടെക്സ്റ്റും ആഡ് കോപ്പീസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റാ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ യൂസേഴ്സിനെ കണ്ടെത്തും, എക്സാക്ട് ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടെത്തും. മാത്രമല്ല നമ്മളിപ്പോൾ ഇൻസ്റ്റയൊക്കെ തുറന്നാൽ അല്ലെങ്കിൽ ഇൻസ്റ്റയോ ഫേസ്ബുക്കൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്താലും നമുക്ക് വരുന്ന ആഡ്സ് നമ്മളൊന്ന് നോക്കിയാൽ മതി. നമുക്കൊരു പേഴ്സണലൈസ്ഡ് കൈൻഡ് ഓഫ് ആഡ്സാണ് വരുന്നത്. കൂടുതലും ഒരു 80-90% ആഡ്സ് നമ്മളടുത്ത് വരുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു റിലേഷൻ ആ ഒരു പ്രോഡക്റ്റോ സർവീസോ ഉണ്ടായിരിക്കും. മേ ബി നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സർവീസ് ആയിരിക്കും. അങ്ങനെ ഒരു രീതിയിലായിരിക്കും നമുക്ക് ആഡ്സ് വരുന്നത്. അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അക്കൗണ്ട്സിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റ മറ്റേ കയ്യിലുണ്ട്. അപ്പോൾ അത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ വെച്ചിട്ടാണ് നമ്മുടെ ആഡ്സ് ഈ ഇംപ്രഷൻ കാണിച്ച് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് മറ്റേ അൽഗോരിതം അത്ര പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ കൂടുതലും ആൻഡ്രോമെഡ അപ്ഡേറ്റിനകത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി, ആൻഡ്രോമെഡ അപ്ഡേറ്റിനെ കുറിച്ച് ഒരുപാട് വീഡിയോസുകൾ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ആൻഡ്രോമെഡ അതൊന്നും ഇപ്പം പറയാൻ പോകുന്നില്ല. മേ ബി നിങ്ങൾക്കത് അറിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇതിനകത്ത് പറയാൻ പോകുന്നത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പ്രോഡക്ട്സ്, അത് ബേസ്ഡ് ആയിട്ടുള്ള എങ്ങനെയാണ് ആ ആഡ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തിയറിറ്റിക്കൽ പാർട്ട്, അതിൻ്റെ എക്സാക്ട്ലി ആഡ്സ് സെറ്റ് ചെയ്യാനുള്ള ഒരു അവതാസം അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റൊക്കെ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വീഡിയോ ഫുള്ളായി കാണുക. കാരണം ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ആഡൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റൂ. ഈവൻ ഇത് ഇപ്പോൾ UK അല്ല, ഏത് കൺട്രിയിലാണ്, ഇപ്പോൾ ഇന്ത്യയിൽ ചെയ്യുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു കൈൻഡ് ഓഫ് ഒരു കോൺസെപ്റ്റിൽ വേണം ഇത് ഇനി നിങ്ങൾ ആഡ് സെറ്റ് ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്ക് മെറ്റാ ആഡ്സിൽ നല്ല റിസൾട്ട്സ് നമുക്ക് കിട്ടി നമുക്ക് മുന്നോട്ട് സ്കെയിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മെറ്റാ ആഡ്സിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്. എൻ്റെ പ്ലേലിസ്റ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ, എൻ്റെ ചാനൽ പ്ലേലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ മെറ്റാ ആഡ്സിൻ്റെ ഒരു എക്സാക്റ്റ് ആയിട്ടൊരു ഒരുപാട് വീഡിയോസ്, മീൻസ് മെറ്റാ ആഡ്സിൻ്റെ എക്സാക്ട് ട്യൂട്ടോറിയൽ ബേസ്ഡ് ആയിട്ടൊരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്. ഓൾമോസ്റ്റ് 35+ വീഡിയോസ് ഞാൻ ഇതുവരെ ആഡ് ചെയ്തിട്ടുണ്ട്. മേ ബി ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഇടുന്ന ഈ വീഡിയോ ചിലപ്പോൾ ഞാൻ ഈ ഒരു പ്ലേലിസ്റ്റിനകത്ത് ആഡ് ചെയ്യും. കാരണം ഇത് കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിട്ടുള്ള വെർഷൻസാണ്. അപ്പോൾ ഈ ഒരു സീരീസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഇതിനകത്ത് ഇവിടെ വരുമ്പോൾ 34th പാർട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് മെറ്റാ ആഡ് സ്കെയിലിങ്ങിനെ കുറിച്ചാണ്. ഇത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇത് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 9 months ആയി.
ഓക്കെ, ഇതിനകത്ത് ഈ സ്കെയിലിംഗ് ഞാൻ പറയുന്നത് ആക്ച്വലി മറ്റേ ആഡ്സിൻ്റെ ഓൾഡ് മെത്തേഡ് സ്കെയിലിംഗ് ആണ്. ഞാൻ ഇതിൽ പറയുന്നത് പോലെ ഇപ്പം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ റിസൾട്ട്സ് കിട്ടുന്ന കുറവായിരിക്കും. കാരണം ഈ ആൻഡ്രോമേഡ് അപ്ഡേറ്റ് ഒക്കെ വരുന്നതിന് മുമ്പാണ് ഞാൻ ഈ ഒരു വീഡിയോസ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 9 months ഒക്കെ ആയി ഇപ്പോൾ. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ സ്കെയിൽ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് വളരെ ടൈറ്റ് ബഡ്ജറ്റാണ്, നിങ്ങൾക്കിപ്പോൾ ഇന്ത്യയിലൊക്കെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താലും ചിലപ്പോൾ വർക്കൗട്ട് ആവും. ചെറിയ ബഡ്ജറ്റിലൊക്കെ നിന്ന് ചെയ്യുന്നവർക്ക് വർക്കൗട്ട് ആവും. പക്ഷേ ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോവേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റയുടെ എക്സാക്റ്റ് ഒരു അപ്ഡേറ്റ് ബേസ്ഡ് ആയിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് ആഡ്സ് ചെയ്യുക. എസ്പെഷ്യലി UK US പോലെയുള്ള കൺട്രീസിൽ ഇപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയാലാണ് നമുക്ക് റിസൾട്ട്സ് കിട്ടാൻ ചാൻസസ് ഉള്ളത്. ഓക്കെ, ഇത് ഞാൻ പറയുന്നത് എക്സാക്ട്ലി എൻ്റെ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് ഒരു സ്ട്രാറ്റജീസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ എനിക്ക് റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ മെറ്റാ ആഡ്സൊക്കെ ഇപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കാൻ വേണ്ടി പല മെൻറ്റേഴ്സിൻ്റെ അടുത്തും ഞാൻ അവരുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉണ്ട്. സ്കൂൾ കമ്മ്യൂണിറ്റീസിലും അവരുടെ ഡയറക്റ്റ് മെൻറ്റർഷിപ്പിലൊക്കെ ഞാൻ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് ആക്ച്വലി ഒന്നുപോലെ ആയിരിക്കണമെന്നില്ല. ഓക്കെ, ഡിഫറെൻറ്റ് ചില ആളുകൾ ഓരോ ആളുകൾക്കും ഓരോ ഓരോ ആളുകൾക്കും ഓരോ ഇത് മെറ്റാ ആഡ്സിൻ്റെ സ്ട്രാറ്റജിസ്റ്റ് അല്ലെങ്കിൽ മെറ്റാ ആഡ്സ് എക്സ്പെർട്സുകൾക്കും ചിലപ്പോൾ അവർക്ക് അവരുടേതായിട്ടൊരു രീതികളുണ്ടാവും. ഓക്കെ, പക്ഷേ ഓൾമോസ്റ്റ് അവർ പറയുന്ന കോൺസെപ്റ്റൊക്കെ സെയിം ആയിരിക്കും, അവർ ചെയ്യുന്ന ഒരു രീതികളായിരിക്കും ഡിഫറെൻറ്റ്. ഓക്കെ, അത് ഓരോ അതിൻ്റെ എക്സ്പെർട്സുകൾ അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്പെർട്സുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ തിയറട്ടിക്കൽ പറയുന്ന എക്സ്പെർട്സുകളല്ല. ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ ഒരു ഏജൻസി ഓണേഴ്സ് അല്ലെങ്കിൽ ഇപ്പം വലിയ രീതിയിൽ ഇ-കോമേഴ്സ് ചെയ്യുന്നവർ, അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മന്ത്ലി തന്നെ ഒരു 50,000 അല്ലെങ്കിൽ 100K ഒക്കെ സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്. മെറ്റയിൽ സ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോൾ അവർക്കറിയാം ഈ അപ്ഡേറ്റ് എങ്ങനെ മാറുന്നുണ്ടെന്ന്. ഇപ്പോൾ ഇത്രയും ഫണ്ട് ഒരു മാസം സ്പെൻഡ് ചെയ്യണമെങ്കിൽ പെർ ഡേ ഒരു നല്ലൊരു എമൗണ്ട് അതിനകത്ത് സ്പെൻഡ് ചെയ്ത് പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ച് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ നിന്നാണ് ഞാൻ ഇത് കൂടുതലും കേൾക്കാറ്. എത്രത്തോളം ഇതിൻ്റെ അപ്ഡേറ്റ്സുകൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ടെസ്റ്റിംഗ് ഫേസിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സ്കെയിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു ഐഡിയ എന്ന് പറയുന്ന ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ എക്സ്പെർട്സുകൾ പറയുന്ന ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ എൻ്റെ രീതിയിലും കൂടെ ടെസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ചിലപ്പോൾ ഇതെല്ലാവർക്കും ഒരേപോലെ വർക്കാവണമെന്നില്ല. അത് പ്രോഡക്റ്റ് ബേസ് ആയിട്ട് ചിലപ്പോൾ അതിന് ഡിഫറൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന നിഷ് ബേസ്ഡ് ആയിട്ടും ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യമായി പറയുകയാണ്. പക്ഷേ നിങ്ങൾ ടെസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് റിസൾട്ട്സ് എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് അത് ഫെയിലായി പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇപ്പോൾ ഞാനിത് പല അക്കൗണ്ട്സുകളിലും പല മാർക്കറ്റ്സിലും ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ടെസ്റ്റ് ഔട്ട് ചെയ്തതാണ്. അത് വർക്കാവുന്നുണ്ട്. ഈവൻ നമ്മൾ ഈ ചാലഞ്ച് പോലും ഞാൻ ഇതേ എക്സാക്ട് സ്ട്രാറ്റജിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇവിടെ വർക്കായിട്ടുണ്ട്. മേ ബി അത് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ മെറ്റാ ആഡ്സിൻ്റെ 34th പാർട്ടിൽ പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ ഓൾഡ് മെത്തേഡാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ക്യാമ്പയിൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 1 year മുമ്പൊക്കെ നമ്മൾ പറയുന്ന എന്താണ് ക്രിയേറ്റീവ് ടെസ്റ്റ് ചെയ്യണം. നമ്മളതിലുള്ള ക്രിയേറ്റീവ്സ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അതിൽ ഏറ്റവും വിന്നിങ് ആയിട്ട് കിട്ടുന്ന ക്രിയേറ്റീവ്സിനെ നമ്മൾ സ്കെയിൽ ചെയ്യും. ആ ഒരു മോഡലാണ് ഇവിടെ വരുന്നത്. നമ്മളൊരു ABO ക്യാമ്പയിൻ, ABO ആ ടേമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ പറയുന്ന പല ടേംസുകളും ആക്ച്വലി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്ലേലിസ്റ്റിലോട്ട് പോവുക. കാരണം ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ മെറ്റാ ആഡ്സിൻ്റെ ഓരോ പാർട്ടുകളും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോസായിട്ട് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ടേംസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഒന്നേന്ന് ഡിസ്ക്രൈബ് ചെയ്യത്തില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞായിരിക്കും പോകുന്നത്. അപ്പോൾ ABO എന്ന് പറഞ്ഞാൽ ആഡ്സെറ്റ് ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ. ഒരു ക്യാമ്പയിനകത്ത് ഉള്ള ആഡ്സെറ്റിനകത്ത് നമ്മൾ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഴയ മെത്തേഡ് വരുമ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഒരു ABO ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യും. അതിനകത്ത് ഒരു ആഡ്സെറ്റ് വയ്ക്കും. അത് ബ്രോഡോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ വെച്ചുള്ള ആഡ്സെറ്റ്സ് വയ്ക്കും. അതിനുശേഷം ആ ആഡ്സെറ്റിന് 3 ഹൂക്സ് ബേസ്ഡ് ആയിട്ട് ക്രിയേറ്റീവ്സ് നമ്മൾ കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ക്രിയേറ്റീവ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ക്രിയേറ്റീവ്സിനകത്ത് നമ്മൾ ഇപ്പോൾ ആഡ്സെറ്റ് 1, ആഡ്സെറ്റ് 2 ഇപ്പോൾ ഓരോ ആഡ്സെറ്റിനും നമ്മൾ ഒരു ഡിഫറെൻറ്റ് ബഡ്ജറ്റ് കൊടുത്താണ് ആ ഒരു ക്രിയേറ്റീവ്സിനെ നമ്മൾ കംപ്ലീറ്റ് ടെസ്റ്റ് ചെയ്തെടുക്കും. മേ ബി നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ഒരു 5 or 6 or 10 ആഡ്സെറ്റ്സ് ചെയ്യുമ്പോൾ മേ ബി ഒരു 3 or 4 ആഡ്സെറ്റ്സ് ആയിരിക്കും നമുക്ക് റിസൾട്ട്സ് ഉണ്ടാകുന്നത്. ബാക്കിയെല്ലാം ഫ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ റിസൾട്ട്സ് ഉണ്ടാകുന്ന ആഡ്സെറ്റ്സിനെ നമ്മൾ അഡ്വാൻറ്റേജ് പ്ലസ് സ്കെയിലിംഗ് ABOയിലോട്ട് കയറ്റും. പുതിയൊരു ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യും. അതിന് വിന്നിങ് ആഡ്സെറ്റ് ആയിട്ട് അതിനെടുത്തതിന് ശേഷം
ആ ആഡ്സിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്കെയിലിംഗ് ബഡ്ജറ്റ് പെർ ഡേ ഒരു എമൗണ്ട് വെച്ച് നമ്മൾ പെർ ഡേ ഇത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് വെച്ചിട്ട് അത് സ്കെയിൽ ചെയ്ത് കയറ്റും. ഈ ഒരു മോഡലാണ് നമ്മൾ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഓൾമോസ്റ്റ് 1 ഇയർ മുമ്പൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു മോഡലാണ്. പിന്നെ ഇതിനകത്ത് ഒക്കെ വിന്നിങ് ആയിട്ട് കിട്ടുന്നത് വീണ്ടും നമുക്ക് മുന്നോട്ട് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഇറ്ററേഷൻസ് നമ്മൾ ബിൽഡ് ചെയ്യും. അതേപോലെ ഇരിക്കുന്ന അതിൻ്റെ ചെറിയ ചെറിയ ട്യൂബ്സ് ഒക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഹൂക്സ് മാറ്റിയിട്ടൊക്കെ അതേപോലത്തെ ഒരു ക്രിയേറ്റീവ്സ് നമ്മൾ ബിൽഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 1 ഇയർ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ആക്ച്വലി ഇന്ന് ഇത് ചെയ്താലും റിസൾട്ട്സ് കിട്ടാകുകയൊന്നുമില്ല. ചിലപ്പോൾ റിസൾട്ട്സ് കിട്ടും, പക്ഷേ ഈ ഒരു മെത്തേഡ് കംപ്ലീറ്റ് ആയിട്ട് മാറി. അപ്പോൾ ഈ ഒരു ക്രിയേറ്റീവ് ടെസ്റ്റിംഗ് എന്നുള്ള മോഡൽ ഇപ്പോൾ മറ്റേ അൽഗോരിതത്തിൽ ഇത് മാറി. ഇപ്പോൾ പുതിയൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവതാസ് ബേസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള മോഡലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് പണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 ആഡ് സെറ്റ്സ് ഒരു ക്യാമ്പയിൻസിൽ ABO ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് നോക്കിയാൽ ഓരോ ആഡ് സെറ്റിനും നമ്മളൊരു $20 അല്ലെങ്കിൽ ഒരു $50 വെച്ച് ഓരോ ആഡ് സെറ്റ് നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മൾ ഒരു ദിവസം $500 സ്പെൻഡ് ചെയ്യാണ്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ 2 or 3 അല്ലെങ്കിൽ 3 ആഡ് സെറ്റ് ആയിരിക്കും നമുക്ക് റിസൾട്ട്സ് കിട്ടുന്നത്. ബാക്കി 7 ആഡ് സെറ്റ്സോ അല്ലെങ്കിൽ 5 ആഡ് സെറ്റ്സ് ആയിരിക്കും റിസൾട്ട്സ് കിട്ടുന്നത്. അല്ല 5 ആഡ് സെറ്റ്സ് റിസൾട്ട്സ് കിട്ടില്ല. റിസൾട്ട്സ് കിട്ടാത്ത ആഡ് സെറ്റ്സ് ഒക്കെ അപ്പോൾ നമുക്ക് ലോസ് ആയി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് എമൗണ്ട് വെറുതെ വേസ്റ്റായി പോകും ഈ ഒരു മോഡൽ ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ. ഇത് പക്ഷേ നമ്മൾ പണ്ട് ക്രിയേറ്റീവ്സ് ആണ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ രീതിയിൽ നമ്മൾ ടെസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്രിയേറ്റീവ്സിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണമെങ്കിൽ ഏത് ക്രിയേറ്റീവ്സ് ആണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്ന് എടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മോഡലിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ABO അല്ലാതെ CBO വെച്ച് ചെയ്യുന്ന ആളുകളും ഉണ്ടായിരുന്നു. CBO വെച്ച് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ബഡ്ജറ്റൊക്കെ നമ്മൾ കൂട്ടി നല്ലൊരു ബഡ്ജറ്റിലൊക്കെ പോവേണ്ടി വരും CBO വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു മോഡലിൽ ആക്ച്വലി ഇതൊന്ന് കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക ഒരു ഡെഡായിട്ടുള്ള ഒരു മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ഔട്ട് ചെയ്യാം. മേ ബി നിങ്ങൾ ക്രിയേറ്റീവ്സൊക്കെ നിങ്ങൾ അത്യാവശ്യം നല്ലൊരു ക്രിയേറ്റീവ്സൊക്കെ ബിൽഡ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ടൊക്കെ ചെറിയൊരു ഫണ്ടൊക്കെ ആണെങ്കിൽ ഇത് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതിനുശേഷം ഇതിനെ ഓഫ് ചെയ്യുന്നതാണ് ബെറ്റർ. ഓക്കെ, പക്ഷേ ഇപ്പോഴത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മാറി. ഇപ്പോൾ മെറ്റയുടെ ആൻഡ്രോമേഡ അപ്ഡേറ്റ് വന്നതിന് ശേഷം മെറ്റ ഓട്ടോമേറ്റ് ആയിട്ടുള്ള ടാർഗറ്റിംഗ് ആണ്, മെറ്റ അവതാസ് ബേസ്ഡ് ആയിട്ടുള്ള ടാർഗറ്റിംഗ് ആണ് വരുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ എങ്ങനെയാണ് നമുക്ക് അവതാസ് ബിൽഡ് ചെയ്യുന്നുള്ളത് നമ്മളുടെ ഈ UK സ്റ്റോറിൻ്റെ അവതാസ്, ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ അവതാസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസ് കാണുക. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള അവതാസ്, ഒരു 5 അവതാസ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അവതാസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവതാസിന് നമുക്ക് കോൺസെപ്റ്റായിട്ട് നമുക്ക് മാറ്റാം. കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കൈൻഡ് ഓഫ് അവതാർ, ഈ അവതാറിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു UGC വീഡിയോ. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ പ്രോഡക്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു വർക്ക് ഫ്രം ഹോം ഒരു പ്രൊഫഷണൽ ഒരു ലേഡി 35 years മുതലുള്ള ഒരു ഫീമെയിൽ വർക്ക് ഫ്രം ഹോം. അപ്പോൾ അവരുടെ ആ ഡെയിലിയുള്ള സ്ട്രഗിൾസ്, പിന്നെന്താ പറയാൻ, ഇവർക്ക് നമ്മളെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള അവരുടെ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യുന്നു, അതൊരു UGC കോണ്ടൻറ്റ് ബേസ്ഡ് ആയിട്ടൊരു വീഡിയോ, അതൊരു കോൺസെപ്റ്റാണ്. ഇതേ സെയിം അവതാറിന് തന്നെ നമ്മളൊരു കൈൻഡ് ഓഫ് ഒരു ഇമേജ് ക്രിയേറ്റീവ്. ഓക്കെ, അതൊരു കോൺസെപ്റ്റാണ്. ഇതേ സെയിം അവതാർ തന്നെ നമ്മളിപ്പോൾ ഒരു കമ്പാരിസൺ, ഇപ്പോൾ ഒരു ആമസോണിലൊക്കെ കിട്ടുന്ന ഒരു കുഷനും നമ്മളുടെ കുഷൻസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, ഒരു ഇമേജ്, അതൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പല പല കോൺസെപ്റ്റ്സുകൾ ഒരു അവതാർ ബേസ്ഡ് ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അങ്ങനെ നമ്മൾ അവതാർ കോൺസെപ്റ്റ്സുകൾ നമ്മൾ ബിൽഡ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മൾ അവതാസിനെ ബിൽഡ് ചെയ്യണം, അതിനുശേഷം അവതാർ കോൺസെപ്റ്റ്സിനെ ബിൽഡ് ചെയ്യണം. അതിനുശേഷം അതിനെ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു CBO ക്യാമ്പയിൻസിനകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിനകത്ത് നമ്മുടെ കോൺസെപ്റ്റ്സുകൾ നമ്മൾ ആഡ് ചെയ്യും. മേ ബി നമുക്കിപ്പോൾ ഒരു 5 അവതാറുണ്ട്, നമ്മളെല്ലാ അവതാസും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട. മേ ബി നമ്മളൊരു ഫസ്റ്റ് 2 അവതാസ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ കോൺസെപ്റ്റ്സ് വെച്ചിട്ട് ഒരു 5 ആഡ് സെറ്റ്സോ അല്ലെങ്കിൽ 2 or 3 ആഡ് സെറ്റ്സ് വെച്ചിട്ട് നമ്മൾ 2 or 3 കോൺസെപ്റ്റ് ആഡ് സെറ്റ്സ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു CBO ക്യാമ്പയിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ CBO ക്യാമ്പയിൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങളൊരു $100 അല്ലെങ്കിൽ $50 നിങ്ങളൊരു CBO ക്യാമ്പയിന് നിങ്ങൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 4 ആഡ് സെറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ആഡ് സെറ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുക.
എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു ആഡ് സെറ്റിലായിരിക്കും. ബാക്കി ആഡ് സെറ്റ്സ് ഒന്നും അത് മുന്നോട്ട് പോകത്തില്ല. കാരണം മെറ്റയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒപ്റ്റിമൈസേഷൻ മെറ്റയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾക്ക് മെറ്റയുടെ അടുത്ത് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആഡ് സെറ്റിൽ സ്പെൻഡ് ചെയ്യുക, ആഡിൽ സ്പെൻഡ് ചെയ്യുക, നമുക്ക് മാക്സിമം റിസൾട്ട്സ് തരിക. അപ്പോൾ അത് മെറ്റയുടെ അൽഗോരിതം ഇങ്ങനെ നോക്കിയിട്ട് ഓക്കെ $50 എങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടുന്ന, അല്ലെങ്കിൽ ബെസ്റ്റ് റിസൾട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പർച്ചേസ് മാത്രമല്ല, ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിൽ CPM കിട്ടുന്ന ഓഡിയൻസും നമ്മളെ ടാർഗറ്റിംഗ് ആയിട്ട് വരുന്ന ഓഡിയൻസ്, മീൻസ് ആ CPM കാണുന്ന അവിടെ കാണിച്ചു കഴിഞ്ഞാൽ ആ ഓഡിയൻസ് അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ലാൻഡിംഗ് പേജിൽ വന്നിട്ട് എന്തെങ്കിലും ഈവൻസ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഓഡിയൻസ്. അപ്പോൾ ആ രീതിയിൽ മറ്റേ ഒന്ന് ഒപ്റ്റിമൈസ് ആകുമ്പോൾ അതിന് മേ ബി ചിലപ്പോൾ 1-2 ആഡ് സെറ്റ്സ് തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റും. നമ്മളൊരു 3-4 ആഡ് സെറ്റ്സ് കൊടുത്താൽ അതിന് 1-2 ആഡ് സെറ്റ്സ് ചിലപ്പോൾ ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ മാക്സിമം എപ്പോഴും അത് ഒരു ആഡ് സെറ്റ്സ് ഒക്കെ ആയിരിക്കും കൂടുതലും ഫോക്കസ് ചെയ്ത് അവിടെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ആവുമെന്ന് തോന്നുന്ന ഒരു ആഡ് സെറ്റിൽ അത് ഏറ്റവും കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യും. 80-90% ഓഫ് ദ ഫണ്ട് അവിടെ സ്പെൻഡ് ചെയ്തായിരിക്കും നമുക്ക് റിസൾട്ട്സ് വരുന്നത്. പക്ഷേ ബാക്കിയുള്ള ആഡ് സെറ്റ്സുകൾ ചിലപ്പോൾ അത് മൈൻഡ് ചെയ്യത്തില്ല, അവിടെ കൂടുതൽ സ്പെൻഡ് ആകത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നമ്മളെ ബാക്കിയുള്ള ആഡ് സെറ്റ്സുകളും നല്ല കോൺസെപ്റ്റ്സുകളായിട്ട് നമ്മൾ ബിൽഡ് ചെയ്ത് നല്ല ക്രിയേറ്റീവ്സ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ മെറ്റയുടെ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് അത് അവിടെ സ്പെൻഡ് ചെയ്യാതെ അത് പോകും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യും, ഒരു CPO ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് മിനിമം ബഡ്ജറ്റ് കൊടുക്കും. മിനിമം സ്പെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് മെറ്റയ്ക്കകത്ത്. അതിൻ്റെ ആക്സെറ്റിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ മിനിമം ഒരു ഇത്ര രൂപ അവിടെ സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര % സ്പെൻഡ് ചെയ്യണം. മിനിമം സ്പെൻഡ് ചെയ്യുന്നത് ഞാനൊക്കെ യൂഷ്വലി വയ്ക്കുന്നത് 1x CPA. നമ്മൾ കോസ്റ്റ് പെർ ആക്ഷൻ ഒരു കോസ്റ്റ് ഉണ്ട്, ഒരു കോസ്റ്റ് പെർ സെയിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ ഈ പ്രോഡക്റ്റിന് നമുക്ക് മാക്സിമം എത്ര വരെ നമുക്ക് കൊടുക്കാൻ പറ്റും, ഒരു ബ്രേക്ക് ഈവൻ CPA, ആ ഒരു എമൗണ്ട് നമ്മളിവിടെ മിനിമം ആയിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുത്ത് നമ്മൾ ആഡ് സെറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഓരോ ആഡ് സെറ്റ്സിലും നമ്മളൊരു ആഡിൻ്റെ ആ ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റ് ആഡിൻ്റെ ഒരു 3 to 4 വേരിയേഷൻസ്, അത് ഹൂക്ക് വേരിയേഷൻസ് ആയിരിക്കും നമ്മൾ മാറ്റിയിട്ട് നോക്കുന്നത്. അങ്ങനെ വേരിയേഷൻസ് കൊടുത്ത് അങ്ങനെ നമ്മളൊരു CPO ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കോൺസെപ്റ്റ്സുകൾ ആഡായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഴയതുപോലെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഈ ക്യാമ്പയിൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് ക്യാമ്പയിൻസ് ഉണ്ട്. ഇപ്പോൾ ആദ്യത്തെ ടെസ്റ്റിംഗ് ക്യാമ്പയിൻസ്, അതിനുശേഷം ഇവിടെ നമുക്ക് റിസൾട്ട്സ് കിട്ടുന്നതിനൊക്കെ എടുത്ത് വിന്നിങ് ക്യാമ്പയിൻസ്, അങ്ങനെ നമ്മൾ ചെയ്ത് പോകണം. അപ്പോൾ ഒരു പാനൽ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ക്യാമ്പയിൻസുകൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ ഇങ്ങനെ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് അത് സ്കെയിലിംഗ് ആയിട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ആ ക്ലട്ടേഴ്സൊക്കെ നമുക്ക് കംപ്ലീറ്റ് ഇപ്പോഴത്തെ ന്യൂ മെത്തേഡിൽ നമുക്ക് ഒഴിവാക്കാം. നമുക്ക് ഒറ്റ ക്യാമ്പയിനിൽ തന്നെ നമുക്കിതെല്ലാം ആഡ് ചെയ്യാം. നിങ്ങൾ പുതിയ കോൺസെപ്റ്റ് വരുമ്പോൾ എല്ലാം കോൺസെപ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. അതിനനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റും മാറ്റുക. നിങ്ങൾ മേ ബി ഒരു 2 or 3 ആഡ് സെറ്റ്സ് ഒക്കെ നിൽക്കുകയാണെങ്കിൽ $50 ആണെങ്കിൽ നമ്മളെ CPA കോസ്റ്റ് ഇപ്പോൾ $20 ആണെങ്കിൽ നിങ്ങൾ പുതിയ 2 ആഡ് സെറ്റ്സ് കൂടെ നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റും കൂടെ മാറ്റുക. പണ്ടൊക്കെ നമുക്ക് ഒരു CPO നമ്മളൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു ഫണ്ട് മാക്സിമം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന 20% ഒക്കെ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് നിങ്ങൾ $100 ആണെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരു ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഒരു മാക്സിമം 20% ഒക്കെ, ഒരു 120 വരെയൊക്കെ ആഡ് ചെയ്യാവൂ. അതിൽ മുകളിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഒപ്റ്റിമൈസേഷൻ ബാധിക്കുമെന്നുള്ള തിയറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആഡ്സൊക്കെ റീസെറ്റ് ആകുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു രീതി ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ചിലപ്പോൾ ഒരു ദിവസം $100 നിൽക്കുന്നത് ഞാൻ ചിലപ്പോൾ ഡബിളൊക്കെ ആക്കും, 200 ആക്കും, നല്ല റിസൾട്ട്സ് കിട്ടുകയാണ്. എന്നാലും നമുക്ക് ഒപ്റ്റിമൈസേഷൻ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ റിസൾട്ട്സ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കോൺസെപ്റ്റ്സുകൾ സ്റ്റാർട്ട് ചെയ്യില്ല, 1-2 കോൺസെപ്റ്റ്സ്, മാക്സിമം 1-2 കോൺസെപ്റ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി. കാരണം മെറ്റയുടെ ഒരു ലേണിംഗ് ഫേസ് നമുക്ക് കംപ്ലീറ്റ് ആവണം. ഒരു 50 പർച്ചേസസ് നമുക്ക് കംപ്ലീറ്റ് ആവാനുള്ള രീതിയിൽ വേണം നമ്മളത് വർക്കൗട്ട് ചെയ്യാൻ. ലേണിംഗ് ഫേസും ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോൾ റണ്ണൊക്കെ ചെയ്യുമ്പോൾ ലേണിംഗ് ഫേസ് 50 പർച്ചേസസ് ഒക്കെ എത്തിയാലും ചിലപ്പോൾ അത് ആഡ്സ് ഡൗൺ ആവണ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് മറ്റേ ഫോറങ്ങളിലും മറ്റേ ആഡ്സിൻ്റെ എക്സ്പെർട്സുകളൊക്കെ പറയുന്നത് സ്റ്റിൽ നമുക്ക് ലേണിംഗ് ഫേസിനെ കൺസിഡർ ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മളെ ഓരോ ആഡ് സെറ്റ്സും CPO ക്യാമ്പയിൻസൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് അതിനെ ലേണിംഗ് ഫേസിലോട്ട് എത്തിക്കാൻ നമുക്ക് നോക്കണം. എന്ന് പറഞ്ഞാൽ 50 പർച്ചേസസ് ആ ഒരു ക്യാമ്പയിൻസിൽ നമ്മൾ മാക്സിമം എത്തിക്കാനുള്ള രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത്.
അപ്പോൾ അതിന് വരുമ്പോൾ നിങ്ങൾ ഒരുപാട് കോൺസെപ്റ്റ്സുകൾ ഒരുമിച്ച് ആഡ് ചെയ്ത് 1 CPA മിനിമം ബഡ്ജറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ ബഡ്ജറ്റ് ടോട്ടലായിട്ട് സ്പെൻഡ് ആയി പോകും. അപ്പോൾ അത് ഒരു 7 ഡേയ്സിനകത്ത് നമുക്കൊരു 50 പർച്ചേസസ് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 1-2 കോൺസെപ്റ്റ്സുകൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. അത് വർക്കായില്ലെങ്കിൽ പുതിയ കോൺസെപ്റ്റ്സുകൾ എടുക്കുക. അപ്പോൾ അങ്ങനെ രീതിയിൽ നമുക്ക് ഇത് റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ കോൺസെപ്റ്റ്സിലും ഒരു 3 to 4 വേരിയേഷൻസിലുള്ള ആഡ്സ് വയ്ക്കുക. ഞാൻ ഇതിങ്ങനെ പറയുന്നെങ്കിലും നിങ്ങളിത് ഇംപ്ലിമെൻറ്റേഷനിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത്. ഡെഫിനറ്റ്ലി ഞാൻ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഞാൻ എൻ്റെ ഇപ്പോൾ UK ചെയ്ത ഇത് കാണിക്കും. അതിൻ്റെ റിസൾട്ട്സ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങൾ കാണിക്കും. അപ്പോൾ ഇതിൻ്റെ പക്ഷേ അത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഓർമ്മയുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു അണ്ടർസ്റ്റാൻഡബിൾ ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പിന്നെ അടുത്ത സ്കെയിലിങ്ങിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് ചില കോൺസെപ്റ്റ്സുകൾ നമുക്ക് നല്ല രീതിയിൽ വർക്കാവുകയാണ്, ചില അവതാർസ് നല്ല രീതിയിൽ വർക്കാവുകയാണെങ്കിൽ ആ അവതാർസിനെ നമുക്ക് ഒരു സെപ്പറേറ്റ് ക്യാമ്പയിൻസിലോട്ട് പോയതിന് ശേഷം നമുക്കതൊരു വീണ്ടും ഒരു സ്കെയിലിംഗ് CBO കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്ത് കുറച്ചുകൂടെ എമൗണ്ട് നമുക്ക് ആഡ് ചെയ്ത് അതിനെ നമുക്ക് സ്കെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അത് വർക്കാവുന്ന സമയങ്ങളിൽ നമുക്ക് അതിൻ്റെ ഇറ്ററേഷൻസും വർക്കൗട്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇത് ഈ സെയിം കോൺസെപ്റ്റിൻ്റെ തന്നെ മേ ബി ക്യാരക്ടേഴ്സ് മാറ്റുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ ആണ്, UGC വീഡിയോ ആണ്, ഇപ്പോൾ ഒരു മെയിൽ വെച്ചിട്ടാണ് ആ വീഡിയോ നമ്മൾ റൺ ചെയ്യണമെങ്കിൽ അതിനെ ഫീമെയിൽ ആക്കി നോക്കുക. അതിപ്പോൾ ഒരു ക്യാരക്ടർ നിന്നിട്ട് അതിൻ്റെ ക്യാരക്ടർ ഒന്ന് റീപ്ലേസ് ചെയ്യുക. കാരണം നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് ആ പർട്ടിക്കുലർ അവതാർസ് നമുക്കിങ്ങനെ സ്കെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. പിന്നെ ഇപ്പോൾ ആക്ച്വലി വളരെ മിനിമലായിട്ടുള്ള ക്യാമ്പയിൻസുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ നമ്മളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു CBO ക്യാമ്പയിൻസ് തന്നെ നമ്മളിങ്ങനെ കോൺസെപ്റ്റ്സിൽ ആഡായി പോകും. ഇപ്പോൾ റീടാർഗറ്റിംഗ് ഒക്കെ ഓട്ടോമാറ്റിക്കാണ്, നമ്മളുടെ ഇതിനകത്ത് നിന്ന് തന്നെ റീടാർഗറ്റിംഗ് സ്റ്റാർട്ട് ആവും. പക്ഷേ വൺസ് നമുക്ക് ഒരുപാട് വിസിറ്റേഴ്സൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് റീടാർഗറ്റിംഗ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ബഡ്ജറ്റ് ഈ കണ്ട ആളുകളുടെ അടുത്ത് തന്നെ അത് പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി അതൊക്കെ കൂടും. ഓക്കെ, അത് നിങ്ങൾ ഇപ്പം വിട്ടേക്കുക, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി ഈ ഒരു മോഡലിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു മോഡലാണ് ഇപ്പോൾ നമ്മൾ മെറ്റയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോമേഡ അപ്ഡേറ്റിൽ നമുക്ക് ക്യാമ്പയിൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതെങ്ങനെ ഈ അവതാസ് നമ്മൾ നേരത്തെ അവതാസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അവതാസിനെ എങ്ങനെ കോൺസെപ്റ്റ് ആക്കാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് കോൺസെപ്റ്റ് ആക്കാൻ ആക്ച്വലി ഞാനൊരു പ്രോംപ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പോവേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത ആ ഏരിയ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ഇപ്പോൾ ഒരു ക്ലൗഡിൽ നേരത്തെ ഒരു ബ്രാൻഡ് ഗൈഡ് ലൈൻസും സ്ട്രാറ്റജിയൊക്കെ ചെയ്ത ഒരു ചാറ്റ് ഉണ്ടല്ലോ ക്ലൗഡിൽ, ആ ക്ലൗഡിൻ്റെ അതേ ചാറ്റിൽ തന്നെ പോവുക. ചാറ്റിൽ പോയതിന് ശേഷം ഈ ഒരു പ്രോംപ്റ്റ് കൊടുക്കുക. എക്സാക്റ്റായിട്ട് ഈ ഒരു പ്രോംപ്റ്റ് കൊടുക്കുക. ഈ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു മെറ്റാ ആഡ്സ് സ്ട്രാറ്റജീസ് ബേസ്ഡ് ആയിട്ടൊരു CBO നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് CBO സ്ട്രക്ചറിൽ ഞാൻ ആഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഈ സെയിം അവതാസ് ബേസ്ഡ് ആയിട്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് കോൺസെപ്റ്റ്സുകൾ ബിൽഡ് ചെയ്യണം. ഈ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകൾ എൻ്റെ അവതാർ ബേസ്ഡ് ആയിട്ട് എനിക്ക് ബിൽഡ് ചെയ്യണം. ആ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ കോൺസെപ്റ്റ്സിൻ്റെ ഒരു സ്ട്രക്ചേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ UGC വീഡിയോ ടെംപ്ലേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഏതൊക്കെ കൈൻഡ് ഓഫ് കോൺസെപ്റ്റ്സ് ആണ് വരുന്നത്. ഇപ്പോൾ UGC ടോക്കിംഗ് ഹെഡ്, പ്രോബ്ലം അജിറ്റേറ്റീവ് സോൾവ്, PAS കൈൻഡ് ഓഫ് ഒരു വീഡിയോസ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ റിവീൽഡ് കൈൻഡ് ഓഫ് വീഡിയോസ്, ഇപ്പോൾ I was skeptical ബട്ട് അങ്ങനെയുള്ള വീഡിയോസ്, ലിസ്റ്റിക്കൽ കൈൻഡ് ഓഫ് ഇത് വീഡിയോസ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമേജസും ഏതൊക്കെ കൈൻഡ് ഓഫ് ഒരു രീതിയിലാണ് ഒരു കോൺസെപ്റ്റ്സുകളാണ് ഉള്ളതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കോൺസെപ്റ്റ്സുകൾ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മളിപ്പോൾ ഓരോ കൈൻഡ് ഓഫ് ഒരു ക്രിയേറ്റീവ് മോഡൽസ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ UGC ഒരു മോഡലാണ്, ഇപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒരു മോഡലാണ്. അപ്പോൾ ആ രീതിയിലാണ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു പ്രോംപ്റ്റിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തൊരു ഫോമുലയും കൊടുത്തിട്ടുണ്ട്. 1 കോൺസെപ്റ്റ് എന്ന് പറയുന്നത് 1 അവതാർ പ്ലസ് 1 ടെംപ്ലേറ്റ്. അപ്പോൾ ഇതൊരു കോൺസെപ്റ്റ് ടെംപ്ലേറ്റ്സുകളാണ്. അപ്പോൾ 1 അവതാർ പ്ലസ് 1 ടെംപ്ലേറ്റ് ആണ് 1 കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് എനിക്ക് 3 ആഡ്സ് 3 ഹുക്ക് വേരിയേഷൻസും വേണം. അതിനുശേഷം ഞാൻ ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി ഈ ഒരു ഇമേജും കൂടെ നമ്മൾ അപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എക്സാക്റ്റായിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഉണ്ടോ നമ്മൾ എക്സാക്റ്റ് ആ സെയിം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ സ്ട്രക്ചർ ക്ലൗഡ് നമുക്ക് എടുത്തു തരും. കോൺസെപ്റ്റ് 1 to 10 കോൺസെപ്റ്റ്സ് അത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ കോൺസെപ്റ്റ് നെയിം എന്താണ്, അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവതാസ് എക്സാക്ട്ലി നമ്മൾ നേരത്തെ അനലൈസ് ചെയ്ത് വെച്ചേക്കണം.
അവതാസ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു കൃത്യമായിട്ടൊരു അനാലിസിസ് നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്കിത് ഇങ്ങനെ കണ്ടിന്യൂറ്റി ആയിട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത് കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ടത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരും. കോൺസെപ്റ്റ് 2 എന്താണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്ത് തരും. കോൺസെപ്റ്റ് 3 എന്താണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്ത് തരും. ഇപ്പോൾ ഇതിനെ നമുക്ക് ഒരു HTML ഡിസൈനിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു ഡിസൈനിൽ ക്ലോഡ് നമുക്ക് തരും. നമുക്കൊരു റെഫറൻസിന് എപ്പോഴും റെഫറൻസിന് വേണ്ടി അത് തരും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടോ നമുക്ക് എക്സാക്ട്ലി നമുക്കൊരു കോൺസെപ്റ്റ് അത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേസ്ഡ് ആയിട്ടുള്ള ക്രിയേറ്റീവ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്രിയേറ്റീവ്സ് ബിൽഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മെറ്റയ്ക്ക് എക്സാക്ട്ലി നമ്മൾ ഒരു എന്താ പറയുക ഒരു പാത്ത് പറഞ്ഞു കൊടുക്കുക, ജേണി മെറ്റയ്ക്ക് തന്നെ നമ്മൾ ഒരു എന്താ പറയുക ഗൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ മെറ്റ ആരെ ടാർഗറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ പറയുകയാണ് നമ്മളുടെ ഡെസ്ക് ബൗണ്ട് പ്രൊഫഷണൽസ്. പിന്നെ അപ്പോൾ അത് മെറ്റയ്ക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇത് വർക്ക് ഫ്രം ഹോം ആളുകളെ ടാർഗറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മളിത് ഇതിനകത്തൊരു ഇൻട്രസ്റ്റോ ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ ഒരു മെറ്റയുടെ ഈ ആഡ് സെറ്റിനകത്ത്. ഇപ്പോൾ നമ്മൾ ഈ കോൺസെപ്റ്റ് ആഡ് സെറ്റിനകത്ത് CBO ക്യാമ്പയിൻ ആഡ് സെറ്റിനകത്ത് നമ്മൾ ഇൻട്രസ്റ്റോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇൻട്രസ്റ്റ് കൊടുത്താലും എനിക്ക് തോന്നുന്നില്ല അത് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റ് പോലെ അല്ല അത് വർക്ക് ചെയ്യുന്നത്. അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അൽഗോരിതം ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ കോൺസെപ്റ്റിൻ്റെ കോണ്ടൻറ്റ് നമ്മുടെ ആ ക്രിയേറ്റീവിനകത്തും അത് വീഡിയോ ആണെങ്കിലും ഇമേജ് ആണെങ്കിലും പിന്നെ നമ്മൾ കൊടുക്കുന്ന ആഡ് കോപ്പീസിലും പ്രൈമറി ടെക്സ്റ്റ് ഹെഡ്ലൈൻസ് ഇതിൽ നിന്നൊക്കെ അത് മനസ്സിലാക്കും എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, ഈ പ്രോഡക്റ്റ് എന്താണ്, എക്സാക്ട്ലി ഈ പ്രോഡക്റ്റ് ആരടുത്ത് ആണ് എത്തേണ്ടത്, ആരാണിത് വാങ്ങാൻ ചാൻസസ് ഉള്ള കസ്റ്റമേഴ്സ് യൂസേഴ്സ്. അപ്പോൾ അത് നേരത്തെ പ്രീവിയസ് ഡേറ്റ മെറ്റയ്ക്ക് അറിയാമല്ലോ, മെറ്റയ്ക്ക് അറിഞ്ഞൂടാത്തൊന്നുമില്ലല്ലോ. മെറ്റ അത് മനസ്സിലാക്കി നമ്മളെ ആഡ്സ് അവരടുത്ത് എത്തിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റയ്ക്ക് കൂടുതൽ ഇൻപുട്ട് കൊടുക്കുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അവതാസ് ഇതൊക്കെയാണ് നമ്മൾ അവതാസ്. അപ്പോൾ ഇന്ന ആളുകളെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഇൻപുട്ട് കൊടുക്കുക. ഇൻപുട്ട് കൊടുക്കാൻ നമ്മൾ ചെയ്യേണ്ട ജോലി അതിന് ബെറ്റർ ആയിട്ടുള്ള ക്രിയേറ്റീവ്സ് നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്രിയേറ്റീവ്സ് ഒന്ന് ബിൽഡ് ചെയ്യാൻ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇൻഫ്ലുവൻസേഴ്സുമായി ടൈപ്പ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് AI വെച്ച് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് കൂടുതലും AI വെച്ചാണ്. ഇപ്പോൾ AI വെച്ച് നമുക്കിന്ന് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്കത് ബിൽഡ് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി നമുക്കൊരു എന്താ പറയുക ഒരു റിയൽ വീഡിയോ പോലെ നമുക്കിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷേ AI വെച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്കിന്ന് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട് AI വരുമ്പോൾ. AI ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത്ര റിയലിസ്റ്റിക് ആയിട്ടില്ല, ഒരു 100% റിയലിസ്റ്റിക് ആയിട്ടില്ല. എന്നാലൊരു 70-80% റിയലിസ്റ്റിക് ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രോബ്ലം നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്, നമ്മളൊരു ഫുൾ വീഡിയോ AI വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കൂടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ CPM കോസ്റ്റ് മറ്റേ നല്ല രീതിയിൽ അത് കൂട്ടുന്നുണ്ട്. കാരണം മെറ്റയ്ക്ക് ആവശ്യം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ ഓതൻറ്റിക്കായിട്ട് ജെന്യുവനായിട്ട് യൂസേഴ്സിൻ്റെ അടുത്ത് ടാർഗറ്റ് ചെയ്യാനുള്ള കാര്യമാണ് മെറ്റ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് നമ്മൾ AI ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ AI വെച്ച് നമുക്ക് എന്തോണം ചെയ്യാമല്ലോ. ഇപ്പോൾ ഒരു ഡോക്ടർ നിന്ന് സംസാരിക്കുന്നതൊക്കെ AI ഒക്കെ വെച്ച് ചെയ്യാം. അപ്പോൾ അത് ആക്ച്വലി നമ്മളൊരു AI വീഡിയോ ഈ മെറ്റ ആഡ്സിലോട്ട് നമ്മൾ വയ്ക്കുമ്പോൾ, ക്രിയേറ്റീവ്സ് വയ്ക്കുമ്പോൾ മെറ്റയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട് അത് AI ആണെന്ന്. ഡെഫിനറ്റ്ലി ഈ പ്ലാറ്റ്ഫോംസിനെല്ലാം നമ്മൾ AI വീഡിയോസ് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം അത്ര എന്താ പറയുക അത്രയും റെക്ടിഫൈഡ് ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ് മെറ്റയ്ക്കുള്ളത്. അപ്പോൾ നമ്മളൊരു AI വീഡിയോ AI ഇമേജോ നമ്മൾ ആഡ് ചെയ്താൽ തന്നെ, ഈവൻ നമ്മളൊരു പോസ്റ്റ് ഇപ്പം നമ്മളിപ്പോൾ ഒരു AI ഇമേജ് വെച്ചിട്ടൊരു പോസ്റ്റ് ആഡ് ചെയ്താൽ തന്നെ മറ്റേ ഇപ്പോൾ AIയുടെ ടാഗ് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ഒക്കെ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി മെറ്റയ്ക്ക് അത് മനസ്സിലാവും. അപ്പോൾ നമ്മളൊരു ഇന്ന് ഈ ക്രിയേറ്റീവ്സ് ഒക്കെ ചെയ്യാൻ ഒരുപാട് ആപ്സുകളൊന്നുണ്ട്. അത് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന AI വെച്ച് ബിൽഡ് ചെയ്യാനുള്ള ആപ്സുകളൊക്കെ ഉണ്ട്, വീഡിയോസൊക്കെ ബിൽഡ് ചെയ്യാനും എല്ലാം. അപ്പോൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ്ലി ഒരു AI വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആഡ് കോസ്റ്റ് ഒക്കെ കൂടാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതിപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് കാണിക്കാം. ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി AI വെച്ച് നമ്മളിവിടെ ആഡ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എത്രത്തോളം CPM കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ സെയിം സംഭവം തന്നെ നമ്മളിപ്പോൾ ഒരു റിയൽ ഹ്യൂമൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഡ്രാസ്റ്റിക്കലി അത് കുറയും. അപ്പോൾ ആ രീതിയിലൊക്കെ അത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കത് കാണിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു മോഡലിൽ ആണ് ഇപ്പോൾ നിങ്ങളുടെ ആഡ്സുകൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കേണ്ടത്. ആക്ച്വലി ഈ ഒരു മോഡലിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ പഴയ മോഡൽസൊക്കെ ഇപ്പോൾ ഇങ്ങനെ ABO ഒക്കെ വെച്ചിട്ടുള്ള മോഡൽസുകൾ ഒഴിവാക്കുക. കാരണം
നിങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ABA വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എമൗണ്ട് വേസ്റ്റായി പോകും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടൊരു മോഡലാണ് CBO വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ എക്സാക്ട്ലി എമൗണ്ട് ഒരു വൈസായിട്ട് അത് സ്പെൻഡ് ചെയ്യുന്നുണ്ട് മെറ്റ ഇന്ന്. പക്ഷേ നമ്മൾ മെറ്റയ്ക്ക് പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ അവതാസുകൾ കംപ്ലീറ്റ് ആയിട്ട് ബിൽഡ് ചെയ്യുക. അവതാസ് ആരാന്ന് ബിൽഡ് ചെയ്യുക. അതിനുശേഷം അവതാസിൻ്റെ കോൺസെപ്റ്റ്സുകൾ ബിൽഡ് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ മെറ്റ ആഡ്സ് റൺ ചെയ്യാൻ. അപ്പോൾ ഇതേ ബേസിസിൽ തന്നെയാണ് ഞാനും ഇവിടുത്തെ നമ്മുടെ UK സ്റ്റോളിൽ റൺ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റണ്ണിങ് നടന്നുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നുള്ളത് നമുക്ക് ഒരു നെക്സ്റ്റ് പാർട്ടിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ഈ ഒരു പാർട്ടിലത് എല്ലാം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിൽ ഞാൻ ഈ തിയറി മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾക്കിത് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ മേ ബി ഞാൻ പറഞ്ഞത് കുറച്ച് ഓവർഹെഡായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ്സിൻ്റെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൻ്റെ ടേംസൊക്കെ പറയുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. ഇനി നിങ്ങൾ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. എൻ്റെ മെറ്റ ആഡ്സിൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനവിടെ മാക്സിമം റിപ്ലൈ ചെയ്യാൻ നോക്കുന്നതാണ്. പിന്നെ ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് നമ്മുടെ ആഡ് അക്കൗണ്ട്സിലോട്ടൊക്കെ ഞാൻ ഓപ്പൺ ചെയ്യാം. അതോടൊപ്പം തന്നെ അതിന് മുമ്പ് നമുക്ക് ക്രിയേറ്റീവ്സ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോയും കൂടെ ഞാൻ ചെയ്യാം. ഇതെങ്ങനെ AI ഒക്കെ വെച്ച് ക്രിയേറ്റീവ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ക്രിയേറ്റീവ്സ് നമുക്കിന്ന് ആക്ച്വലി നമ്മളിപ്പോൾ അതിനു വേണ്ടിയാണ് ഈ കലോഡേറ്റയും ഗെറ്റ് ഹൂക്കൊക്കെ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ ക്രിയേറ്റീവ്സിൻ്റെ ഐഡിയാസും കൂടെ നമുക്ക് വേണം. കാരണം അത് ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാൻഡിലുള്ള പ്രോഡക്ട്സുകളുടെ അതെങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് റിസർച്ചിൽ നമ്മൾ പറഞ്ഞാണല്ലോ. അപ്പോൾ അത് ആ ഒരു ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ എക്സാക്ട്ലി ആ ക്രിയേറ്റീവ്സിനെ നമ്മൾ അവിടെ നിന്ന് ഹുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് റിസർച്ച് ടൂളൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറേ ക്രിയേറ്റീവ്സ് അവിടെ കിട്ടും. പക്ഷേ അത് ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റേജിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന വീഡിയോസൊക്കെ എടുത്ത് കോപ്പി ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ബ്രാൻഡഡ് സ്റ്റേജിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമ്മളേതായിട്ട് ഓൺ ക്രിയേറ്റീവ്സിലോട്ട് കയറണം. പിന്നെയും AI മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണം. ഒരു AI കംപ്ലീറ്റ് ആയിട്ടല്ലാതെ തന്നെ ഇപ്പോൾ ഹ്യൂമൻ വീഡിയോസും AI വീഡിയോസും കൂടെയൊക്കെ നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ ബൈ റോൾസൊക്കെ നമുക്ക് വേണമെങ്കിൽ AIക്കകത്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ്സ് നമ്മുടെ ക്രിയേറ്റീവ് കോൺസെപ്റ്റ്സുകൾ നമ്മൾ ബിൽഡ് ചെയ്യാം. ഇന്ന് നമുക്ക് വേണ്ടത് ആക്ച്വലി നിങ്ങൾ സ്കെയിൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ക്രിയേറ്റീവ്സ് വേണം. നമുക്ക് 1-2 ക്രിയേറ്റീവ്സ് വെച്ച് ഇത് കാര്യം ചെയ്യാൻ പറ്റില്ല. ഇഷ്ടം പോലെ ക്രിയേറ്റീവ്സ് ഇന്ന് നമ്മളിപ്പോൾ ഒരു ചില ആഡ് അക്കൗണ്ട്സിലൊക്കെ നമ്മളിങ്ങനെ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് വിത്തിൻ 2 വീക്സ് നമ്മളിങ്ങനെ ക്രിയേറ്റീവ്സ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ആവറേജ് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു മാസം ഇപ്പോൾ ഡോളർ വൈസ് കാൽക്കുലേഷൻ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു മാസം ഒരു $10,000 സ്പെൻഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണെങ്കിൽ ടോട്ടലായിട്ട് ഒരു മാസം ഫുള്ളായിട്ട് $10,000 സ്പെൻഡ് ചെയ്യുന്ന അക്കൗണ്ട് ആണെങ്കിൽ അതിന് വേണ്ട ഒരു ക്രിയേറ്റീവ് എന്ന് പറയുന്നത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 50+ ക്രിയേറ്റീവ്സ് എങ്കിലും നമ്മൾ ഓരോ മാസവും അതിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഒരു 2 വീക്സ് കൂടുമ്പോൾ പുതിയ ഇതുപോലത്തെ കോൺസെപ്റ്റ്സുകൾ അതിൻ്റെ പുതിയ ക്രിയേറ്റീവ്സ്. വൺസ് ഒരു കോൺസെപ്റ്റ് വർക്കിംഗ് ആയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് അതിൻ്റെ പുതിയ ഇറ്ററേഷൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്രിയേറ്റീവ്സ് ഇറക്കാം. അപ്പോൾ ആ രീതിയിൽ ഒരു വലിയൊരു ക്രിയേറ്റീവ് ഇത് നമുക്ക് എന്താ പറയുക, ക്രിയേറ്റീവ് നെറ്റ്വർക്ക് തന്നെ നമുക്ക് ക്രിയേറ്റീവ് നെറ്റ്വർക്കല്ല, ഒരു ക്രിയേറ്റീവ് ഒരുപാട് അക്യുമുലേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട്സ് നിന്ന് കൊണ്ടുവരാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വീഡിയോയുടെ കാര്യം. ഇപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞാൻ ചെയ്യുന്ന ഒരു എനിക്ക് റിസൾട്ട്സ് വരുന്ന ഒരു കോൺസെപ്റ്റാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇത് മേ ബി എല്ലാവർക്കും ചെയ്യുമ്പോൾ ഇത് വർക്കാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ പല അക്കൗണ്ട്സുകളിലും ട്രൈ ഔട്ട് ചെയ്തപ്പോൾ ഇത് എനിക്ക് വർക്കായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മെറ്റ ആഡ്സിൽ വർക്കാവുന്ന ഒരു കോൺസെപ്റ്റ് ഈ ഒരു മോഡൽ തന്നെയാണ്. ഇപ്പോഴത്തെ ഈ ഒരു മിനിമലായിട്ട് ഉള്ള CBO ക്യാമ്പയിൻസ്, കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള CBO ക്യാമ്പയിൻസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ക്രിയേറ്റീവ്സിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റോറിൻ്റെ സെയിൽസും ആഡ്സൊക്കെ ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് എങ്ങനെയാണ് നമ്മൾ ആഡ്സ് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളും നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് പാർട്ട് കാണാം. താങ്ക് യു, ബൈ.